നമസ്കാരം. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലുള്ളത്. ഞങ്ങൾ ഇന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ്. അതുപോലെ എന്താ പറയാ, ഇവിടുന്ന് നമുക്ക് നേരിട്ട് പോകാൻ വേണ്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ട്രെയിനും ടിക്കറ്റ് കിട്ടിയില്ല. അതായത് നമുക്ക് സ്ലീപ്പർ ടിക്കറ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ടും നമുക്കിന്ന് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വഴിയെ പറയാം. ഞങ്ങളിപ്പോ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്ത് നമുക്ക് നേരെ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോവാം. സമയം രാവിലെ 6:50. ഇന്നൊരു മൂടപ്പെട്ടൊരു അന്തരീക്ഷമാണ്. ഒരു മഴക്കുള്ള ചാൻസ് ഉണ്ട്. ഭുവനേശ്വറിനെ ടെമ്പിൾ സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒഡീഷയിലെ ഏറ്റവും വലിയ നഗരമാണ് ഭുവനേശ്വർ. നമ്മുടെ തൊട്ട് മുന്നിൽ ഇതാ ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷൻ. രാവിലെ ഇവിടെയൊക്കെ നല്ല ബ്ലോക്കാണ്. ഒഡീഷയുടെ രജിസ്ട്രേഷൻ വരുന്നത് OD എന്നാണ്. ഈ ഭാഗത്താണ് ഞങ്ങൾ റൂം എടുത്തത്. അങ്ങ് അവിടെ ഒരു ലോഡ്ജ് ഉണ്ട്, ചന്ദൻ ലോഡ്ജ് എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഇവിടെ ഒരുപാട് ഹോട്ടൽസിലെല്ലാം പോയി നോക്കി. നല്ല റേറ്റാണ് പറഞ്ഞത്. 1500, 1600, 2000 എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നമുക്കൊരു നല്ലൊരു റേറ്റിൽ തന്നെ അവിടെ ലോഡ്ജ് കിട്ടി. ഇവിടെ മുൻപ് റിട്ടയറിംഗ് റൂമൊക്കെ ഉണ്ടായിരുന്നു. റിനോവേഷൻ കാരണം അതൊക്കെ പൊളിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേഷൻ വരിക. അടിപൊളിയായിട്ട് നല്ല വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. ഇതുവഴിയാണ് എൻട്രൻസ്. വേ ടു പ്ലാറ്റ്ഫോം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗമാണിത്. ഭുവനേശ്വർ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് BBS എന്നാണ്. ഇവിടെ ആകെ 6 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനമാണ് ഭുവനേശ്വർ വരുന്നത്. ഈ ഒഡിയ ഭാഷ നിങ്ങൾ കണ്ട എന്തെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു പിടി പോലും ഇല്ലാത്തൊരു ഭാഷയാണ് ഒഡിയ. കാരണം അതിൻ്റെ ആ ഒരു അക്ഷരങ്ങളൊക്കെ കണ്ട അതങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടത്തേക്ക് നമ്മുടെ വണ്ടി ഒരു 10 മിനിറ്റിനുള്ളിൽ വരും. ഇനി ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിൻ ഏതാണെന്ന് പറയണ്ടേ? ഭുവനേശ്വറിന് എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 SMVT ബംഗളൂരിലേക്ക് പോകുന്ന വീക്ക്ലി എക്സ്പ്രസിനാണ്. ആ ട്രെയിൻ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് വിശാഖപട്ടണം വരെയാണ്. അതായത് അന്നേരം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് ബാംഗ്ലൂർ പോകുന്ന വണ്ടിക്ക് നേരെ വിജയവാഡ അല്ലെങ്കിൽ ചെന്നൈ ഭാഗത്ത് പെരമ്പൂരൊക്കെ കാട്ട്പാടി വഴി പോകുന്നതാണല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ പോയിക്കൂടാന്ന്. അതിന് എന്ന് വെച്ചാൽ നോക്കുമ്പോൾ നമുക്ക് വിശാഖപട്ടണം വരെ മാത്രമാണ് സ്ലീപ്പറിൽ അവൈലബിൾ ഉണ്ടായത്. അന്നേരം തന്നെ ടിക്കറ്റ് എടുത്തു. വിജയവാഡ നോക്കിയപ്പം ഹെവി വെയിറ്റ് ലിസ്റ്റ് ആണ്. ടിക്കറ്റ് എടുത്താലും കൺഫേം ആവില്ല. ഇനി ബാക്കി അങ്ങോട്ടെല്ലാം നമുക്ക് ഇനിയിപ്പോൾ അൺറിസർവ്ഡ് യാത്രയാണ്. ഇനി അതല്ല, ഇതേ ട്രെയിൻ തന്നെ വിശാഖപട്ടണം ടു വിജയവാഡ സെക്ഷനിൽ കറണ്ട് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. ഉണ്ടെങ്കിൽ എടുക്കാം, നമുക്ക് നോക്കാം. തരാം. ട്രെയിൻ നമ്പർ 128-45 SMVT ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 കടന്നു വരികയാണ്. അപ്പോൾ ഞങ്ങൾക്കിതിൽ കിട്ടിയിട്ടുള്ള കോച്ച് സ്ലീപ്പറിൽ S1 ആണ്. നല്ല വണ്ടി തന്നെയാണിത്. ഇതിന് തന്നെ അവിടം വരെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സുഖായനെ. ജനറൽ ക്ലാസ്സിൽ ആൾക്കാർ ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതിൽ തന്നെയാണ് കയറി പോകേണ്ടത്. ഇവിടെ S1 അങ്ങ് അവിടെയാണ്. S1-ൽ 22-ഉം 19 ആണ്. 2 അപ്പർ ബർത്താണ്. ഇവിടെ ടേബിളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഒന്നും വന്നിട്ടില്ല. നല്ല കോച്ച് തന്നെയാണ്, നല്ല വൃത്തിയുണ്ട് ഇവിടെയൊക്കെ. ഏഴ് 30 എടുക്കേണ്ട ട്രെയിൻ 40 മിനിറ്റ് ഡിലേ ആയി. 8:10 എടുത്തത്. എട്ട് 50 ട്രെയിൻ എങ്ങനെ ഗോർദ റോഡ് സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഗോർദ റോഡ് ജംഗ്ഷൻ. ഗോർദ റോഡില് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ വന്നിട്ടുള്ളത്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂടപ്പെട്ട ഒരു അന്തരീക്ഷം തന്നെയാണ്. അതുപോലെ തന്നെ ഭുവനേശ്വറിൽ നിന്നും വിശാഖപട്ടണം വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 300 രൂപയാണ്. ഈ ഗോർദ റോഡ് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോ ഭുവനേശ്വറിൽ നിന്ന് വന്നല്ലോ, അതുകൊണ്ട് ഇനി വിശാഖപട്ടണത്തേക്ക് പോകുന്ന റൂട്ട്, പിന്നെ പുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൂടെ ഒരു റൂട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ജംഗ്ഷൻ വന്നത്. പുരി എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. പുരി ജഗന്നാഥ ക്ഷേത്രമൊക്കെ വളരെയധികം പ്രസിദ്ധമാണ്. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയില്ല കേട്ടോ. ഒരിക്കലും എന്തായാലും പോകണം, കാരണം അതിന് സമയം ആയിട്ടില്ല എന്ന് പറയാം. പിന്നെ ഒരുപാട് ട്രെയിനുകളൊക്കെ അവിടെ എന്താ പറയുക അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്താ പറയുക അവിടെ ഒരു ബീച്ച് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് മാത്രമാണ് ഗോർദ റോഡ്. സ്ഥലത്തിനെ പറയുന്ന പേര് ജഫ്നി അങ്ങനെ എന്തോ ആണ്. അതായത് ഗോർദ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ്. ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം തന്നെ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൂരിയും ഒരു കറിയുമാണ്. 5 പൂരിയാണുള്ളത്. ഈ 5 പൂരിക്കും ഒരു കറിക്കും കൂടെ 50 രൂപയാണ് ആയത്. അപ്പോൾ ചൂടുണ്ടത്ര. അധികം ഇനി ലേറ്റ് ആക്കുന്നില്ല, കാരണം ലേറ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല തണുപ്പ് വരും. ട്രെയിൻ ഇപ്പോൾ ബലുഗാവ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ചിലിക്ക ലേക്ക്. ചിലിക്ക തടാകം എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരുപാട് വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. നേരത്തെ തന്നെ തുടങ്ങി. നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ തന്നെ അതിന്റെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഗൂഗിൾ മാപ്പിൽ നിന്ന് ശരിക്കും നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ ചിലിക്ക തടാകം എന്ന് പറഞ്ഞാൽ ഏകദേശം 64 കിലോമീറ്ററാണ് അതിന്റെ നീളം വരുന്നത്. ഏഷ്യയിലത്തെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമാണ്. ലോകത്തിലത്തെ ഏറ്റവും വലിയ 2ാമത്തെ തീരദേശ തടാകം കൂടിയാണ്. ഒഡീഷയിലെ നമ്മൾ നേരത്തെ ഗോർദ റോഡ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞല്ലോ, ഗോർദ ജില്ലയിലും ഗഞ്ചം പിന്നെ അതുപോലെ തന്നെ പുരി 3 ജില്ലയിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു തടാകമാണ് ചിലിക്ക തടാകം. ഇതാണ് ചിലിക്ക ലേക്ക്. ട്രെയിനിൽ പോകുമ്പോൾ ഇത്ര അടുത്ത് നമുക്ക് കാണാം. ഇതിന്റെ നടുഭാഗത്തായിട്ട് തന്നെ ഒരു ദ്വീപൊക്കെ ഉണ്ട്. ഇതാ ഒഡീഷയിലെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പായ ബ്രഹ്മപൂരിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അടുത്തതിന് ആന്ധ്രാപ്രദേശ്. ഒഡീഷയോട് അങ്ങനെ ഇതാ വിട പറയുകയാണ്. ട്രെയിൻ ഇപ്പോൾ 130 km/h സ്പീഡിൻ്റെ അടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിൻ നല്ല സ്പീഡാണ്. പക്ഷെ ആകെ ആരും എടുക്കുമ്പോൾ ഡിലേ ഇല്ലേ, അതെങ്ങനെയോ വന്നുപോയി. അല്ലെങ്കിൽ പക്കയായേനെ. 11:49 ഇപ്പോൾ 1:30. പന്ത്രണ്ട് 47 ട്രെയിൻ ഇതാ ശ്രീകാകുളം റോഡ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്, കാരണം സ്റ്റോപ്പുകൾ വളരെയധികം കുറവാണ്. പിന്നെ എന്നുള്ളത് സ്ലീപ്പറിൽ അൺറിസർവ്ഡ് ടിക്കറ്റുകാരൊന്നും കയറുന്നില്ല. നല്ല സുഖമാണ്. ബുക്ക് ചെയ്തവർ മാത്രമേ കയറുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് വിജയനഗരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിശാഖപട്ടണമായി. ട്രെയിൻ ഇപ്പോൾ വിജയനഗരം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു ലൈൻ വരുന്നത് കാണുന്നില്ലേ, അത് നേരെ റായകടയിൽ നിന്ന് വരുന്ന ആ ഒരു ലൈനാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസ്. അതിന് ആ വഴിയാണ് കടന്നു പോവുക. ഇവിടെ ഇവിടെ നിന്ന് എടുത്തു. കേരളത്തിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് പോകാനുള്ള ഒരു അടിപൊളി ട്രെയിനാണിത്.
വിജയനഗരത്ത് 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. അതുപോലെ തന്നെ ഇതാ അവിടെ ഒരു ട്രെയിൻ ഉണ്ട്. അത് ഹൗഡ മുംബൈയിലേക്ക് പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അതോ അല്ലെങ്കിൽ ഹൗഡ ടു MGR ചെന്നൈ സെൻട്രൽ, അതിലേതെങ്കിലും ഒന്നായിരിക്കും. MGR ചെന്നൈ, അതെ ചെന്നൈ സെൻട്രൽ മെയിൽ തന്നെയാണ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാരൊക്കെ കയറാനൊക്കെ ഉണ്ടായിരുന്നു. വിജയനഗരം ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പൊ നമ്മൾ വന്ന ഭുവനേശ്വർ റൂട്ട്, ഇനി പോകുന്ന വിശാഖപട്ടണം റൂട്ട്, നേരത്തെ കണ്ടല്ലോ നമ്മുടെ എറണാകുളം ടാറ്റ എന്നൊക്കെ പോകുന്ന റായഗഡ റൂട്ട്, നമ്മുടെ സമത എക്സ്പ്രസിലൊക്കെ പോയതും ആ റായഗഡ റൂട്ടാണ്. അതുകൊണ്ട് അത് ജംഗ്ഷൻ വന്നത്. അടുത്ത സ്റ്റോപ്പ് വരുന്നതും വിശാഖപട്ടണം തന്നെയാണ്. എന്താ പറയുക, 60 കിലോമീറ്റർ പോകാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഭക്ഷണമൊക്കെ പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബിരിയാണി അതൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയ ശേഷം വിശാഖപട്ടണം എത്തിയ സ്ഥിതിക്ക് കഴിക്കാൻ കരുതി. പിന്നെ ഉണ്ടല്ലോ ഈ ട്രെയിനിൽ തന്നെ വിശാഖപട്ടണം ടു വിജയവാഡ സ്ലീപ്പറിൽ കറണ്ട് ബുക്കിംഗ് കിട്ടുമോ നോക്കിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിൻ്റെ അതായത് വിശാഖപട്ടണത്തിൽ നിന്ന് 4 മണി, അതായത് അവിടുന്ന് ട്രെയിൻ എത്തുന്നതിൻ്റെ 4 മണിക്കൂർ മുമ്പാണല്ലോ ചാർട്ട് പ്രിപ്പയർഡ് ആവുക. ആ സമയത്ത് തന്നെ നോക്കി, പക്ഷേ നോട്ട് അവൈലബിൾ. അതുപോലെ തന്നെ 5:20 വിശാഖപട്ടണത്തിൽ നിന്ന് നമ്മുടെ ഹൈദരാബാദിലേക്ക് വന്ന ഗോദാവരി എക്സ്പ്രസ്, അപ്പം 4 മണിക്കൂർ പിറകെ 1:20 നോക്കണമല്ലോ, അത് നോക്കി, അതിൽ നോട്ട് അവൈലബിൾ. അപ്പം ജനറലേ രക്ഷയുള്ളൂ. ആ ട്രെയിനിൽ പ്ലാറ്റ്ഫോമിൽ ഒരു 2 മണിക്കൂർ മുമ്പേ കൊണ്ടുവിടുമായിരിക്കും അല്ലേ? പോയി നോക്കാം. വിശാഖപട്ടണത്തെത്തി. ഒരു ഫ്ലൈറ്റ് പോകുന്ന കാണാം. ഭുവനേശ്വരിൽ നിന്നും 444 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ വിശാഖപട്ടണം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വന്ദേ ഭാരത്, ഇത് സിക്കന്ദരാബാദ് വന്ദേ ഭാരതാണ്. ഈ കളറിൽ പെട്ടെന്ന് തന്നെ അഴുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വിശാഖപട്ടണത്തെത്തി. 6.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഇത്രയും യാത്ര ചെയ്തത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രെയിൻ വന്നത്. ഈ ട്രെയിനിന് നാളെ രാവിലെ 8 മണിയാകുമ്പം ബാംഗ്ലൂർ എത്തും. ഇതിനിപ്പോൾ ഇവിടെ 20 മിനിറ്റോളം സ്റ്റോപ്പുണ്ട്. അതുപോലെ തന്നെ ലോക്കോ റിവേഴ്സൽ കൂടി ഉണ്ട്. അതിൻ്റെ വഴിക്ക് പോകട്ടെ, നമുക്കിനി നമ്മളെ വഴിക്ക് പോവാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് പോവാം. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചത് ചിക്കൻ ബിരിയാണിയാണേ. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിക്ക് 150 രൂപയാണ് ഈ ഒരു ഫുഡ് പ്ലാസയിൽ വരുന്ന ചാർജ്. ബിരിയാണിക്ക് കഴിച്ച് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണേ. ഞാൻ ഇത്രയും എരിവ് പ്രതീക്ഷിച്ചില്ല. എൻ്റെ കണ്ണിന്നൊക്കെ വെള്ളമടക്കം വന്നേട്ടാ. കാരണം ആ ചിക്കൻ്റെ ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ടായിരുന്നു, അതിനായിരുന്നു നല്ല എരിവുണ്ടായത്. നിങ്ങൾ വിശാഖപട്ടണത്ത് വരികയാണെങ്കിൽ ഇവിടുത്തെ കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് RK ബീച്ച്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്ററാണ് പോകാനുള്ളത്. നമുക്ക് പുറത്തിറങ്ങിയാൽ തന്നെ ഇതുപോലുള്ള ബസ്സുകളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ വിശാഖപട്ടണത്ത് വന്ന സമയത്ത് RK ബീച്ചിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പോകുന്നില്ല, കാരണം ഇന്ന് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്കൊരു ട്രെയിൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കയറിയിരിക്കണം. സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഇതാ APSRTC വിശാഖപട്ടണം ജംഗ്ഷൻ. സ്റ്റേഷന് മുന്നിലേക്കൂടെയുള്ള റോഡൊക്കെ അടിപൊളിയാണ്. ബസ് ബേ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. അപ്പം നിങ്ങൾ സ്റ്റേഷന് പുറത്തിറങ്ങി ഇവിടെ വന്ന് നിന്നാൽ മതി. ഇത് കണ്ടോ, ഓരോരോ നമ്പറുകളിലാണ് ഇവിടുത്തെ ബസ് ഉള്ളത്. ഇതിപ്പോൾ 222. ഇതൊരു ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണത്. സ്റ്റേഷൻ്റെ എൻട്രി ഇവിടെയാണ്. ഇനി നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾ എന്തുകൊണ്ടാണ് SMVT ബംഗളൂരു വണ്ടിക്ക് തന്നെ ഇവിടുന്ന് വിജയവാഡ വരെ പോകാത്തത്? അതിൻ്റെ ജനറൽ നല്ല തിരക്കാണ്. പിന്നെ ഗോദാവരി എക്സ്പ്രസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഇവിടുന്ന് തന്നെ പുറപ്പെടുന്ന ട്രെയിനാണ്. ഹൈദരാബാദ് ഡെക്കാൻ നാമ്പള്ളിയിലേക്ക് പോകുന്ന വണ്ടിയാണ്. കൂടുതലും ആ ട്രെയിൻ പുറപ്പെടുക 8-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. അപ്പോൾ അവിടത്തേക്ക് നേരത്തെ പോയിട്ട് തന്നെ ഒരു മണിക്കൂർ മുമ്പ് തന്നെ പോയി നിന്നാൽ തന്നെ നമുക്ക് എന്തായാലും സീറ്റ് കിട്ടും. നമുക്ക് നല്ലൊരു വിൻഡോ സീറ്റ് തന്നെ വേണമല്ലോ. അല്ല, ഇന്ന് ഞായറാഴ്ചയാണ്. പിന്നെ ഈ ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകുന്നവരൊക്കെ ഉണ്ടാവല്ലോ, നല്ല തിരക്ക്. ഇന്ന് നമ്മൾ സ്ലീപ്പറൊക്കെ നോക്കുന്ന സമയത്ത് നല്ല വെയിറ്റ് ലിസ്റ്റ് ആണ്. ഇവിടുത്തെ ഒന്നും കൺഫേം അല്ല. നേരത്തെ പറഞ്ഞില്ല, SMVT വണ്ടിക്ക്
നമ്മൾ അവിടുന്ന് ഭുവനേശ്വറിന് വിജയവാഡ ടിക്കറ്റ് എടുക്കാൻ പോലും കൺഫേം ആവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ആക്കിയത്. കാരണം നമ്മൾ യാത്ര ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ ഏകദേശം ധാരണയുണ്ട് ഇത് കൺഫേം ആവും ഇല്ലയോന്ന്. അതായത് വെയിറ്റേഴ്സ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കൺഫേമും ആവില്ല, പൈസയും പോകുമല്ലോ വെറുതെ. 60 രൂപ പോകും. ഇനിയിപ്പോൾ ഇവിടുന്ന് UTS വഴി ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ ഫ്ലൈറ്റ് പോകുന്നതും കാണാം. ഇവിടെ തന്നെ ഗേറ്റ് നമ്പർ 2 ഉണ്ട്, അതുപോലെ തന്നെ ഗേറ്റ് നമ്പർ 3 ഉണ്ട്, ഗേറ്റ് നമ്പർ 1 ഉണ്ട്. ഇവിടെ കണ്ടതാ റെയിൽ നീർ കൊണ്ടുവന്ന് ഇതിലോട്ട് കയറ്റുക. വിശാഖപട്ടണം ജംഗ്ഷൻ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് VSKP എന്നാണ്. ഇവിടെ ആകെ 8 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇത് വിശാഖപട്ടണം ടാറ്റാ നഗർ എക്സ്പ്രസ് 8ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമുക്ക് പോകാനുള്ള വണ്ടി വരിക. 3:30 വിശാഖപട്ടണം ഭുവനേശ്വർ വന്ദേ ഭാരത്. ഇവിടെ നിന്ന് ഇതെടുത്തിട്ട് പോവുകയാണ്. ട്രെയിൻ വന്ന് ഇനി ഇതിന്റെ ജനറൽ തുറന്ന് അകത്തേക്ക് കയറലാണ് ബുദ്ധിമുട്ട്. ഇതിലൂടാ എല്ലാം ഇതിലൂടെ പറ്റുള്ളൂ. ഇപ്പൊ തുറക്കും. എന്റെ പോന്നെ വിൻഡോ സീറ്റൊക്കെ പോയിന്നാ തോന്നുന്നത്. ഇതിനാകെ 2 അണ്ടർസോടെ ഉള്ളു, ഒന്ന് മുന്നിലും ഒന്ന് പുറകിലും. വിൻഡോ സീറ്റ് കിട്ടുന്നതാണ് വിചാരിച്ചത്. വിൻഡോ സീറ്റ് പോയിട്ട് തായിരിക്കാൻ പോലും ഒരു സീറ്റില്ല. ഇതിന്റെ ലഗേജ് വെക്കുന്ന ഭാഗമില്ലേ, അവിടെ കയറി ഇനി 5 മണിക്കൂറിന് മുകളിൽ ഇവിടെ തന്നെ ഒരൊറ്റ ഇരിപ്പാണ്. വണ്ടി പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. വണ്ടി നേരത്തെ തന്നെ കൊണ്ടുവിട്ടു കേട്ടോ. എല്ലാവരും ഇടിച്ച് കയറി. കാരണം ഒരാൾ കയറുമ്പോൾ അവിടെ മറ്റ് ബാഗ് വെച്ചിട്ട് ഇവിടെ ആളായി ഇനി ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചൂട് എടുത്തൊരു രക്ഷയില്ലട്ടാ. ഫാനാണ്, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതാ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് അവി നേരത്തെ കുറിച്ചു? അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിന്റെ മുന്നിൽ ഒരു ജനറൽ, പിറകിൽ ഒരു ജനറൽ മാത്രം. ആകെ ടോട്ടൽ 2 ഉള്ളൂ. അതിൽ പിറകിൽ ഞങ്ങൾ പോയി നോക്കി. അതാണെങ്കിൽ പകുതി RMS മൊത്തം കയറ്റി മെയിൽ കയറ്റി വെച്ചോണ്ട് മൊത്തം ഫുള്ളാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 മണിയായ സമയം. ഡോറിന്റെ ഭാഗത്തേക്കുള്ള നല്ല തിരക്കായി. ശ്വാസം വിടാൻ പോലും ഇപ്പൊ സ്ഥലമില്ല. 20 മിനിറ്റ് കൂടി ഉണ്ട് വണ്ടി പുറപ്പെടാൻ. ട്രെയിൻ ഇപ്പൊ ദുവാഡ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുകളിലത്തെ കാര്യം എങ്ങനെ? ഇതിന്റെ മേളിൽ ഈ സീൻ ഉണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഭയങ്കര വേദന എടുത്തിട്ട് മിക്കവാറും 5.5 മണിക്കൂർ ഇരുന്ന് നമ്മളെ വിജയവാഡ ഇറങ്ങുമ്പോഴത്തേക്കും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജനറലൊക്കെ പോയവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയാതെ. കാരണം ശരിക്കും പറഞ്ഞാൽ ലഗേജ് വെക്കേണ്ട സ്ഥലമാണ്. എല്ലാവരും മേലെ കയറിയിരിക്കും. നമ്മളുണ്ടല്ലോ, നമുക്ക് ഡോറിന്റെ ഭാഗത്തേക്ക് പോകാൻ ഡോറ് ജാമായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇവിടെ താഴെ എല്ലാവരും സ്റ്റക്കായിട്ടാണുള്ളത്. എല്ലാവരും ആ ഒരു ഫ്ലോറിൽ ഇരിക്കുന്നത്. കാരണം അത്രമാത്രം തിരക്കാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് 5.5 മണിക്കൂറൊക്കെ ഒന്നെങ്കിലും ഇരുട്ടായി, നമുക്ക് പുറത്തെ കാഴ്ച ഒന്നും കാണാൻ വേണ്ടി പറ്റുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് മുകളിൽ തന്നെ കയറി ഇരുന്നത്. ഞാൻ ഈ അറ്റത്തായതുകൊണ്ടല്ലോ മുകളിൽ ഫാനൊന്നും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ചാർജിങ് പോയിന്റ് ഒക്കെ ഉണ്ട്, നമുക്ക് ചാർജൊക്കെ ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ ഒരേ ഇരുട്ടാണ്, അതാണ് മെയിനായിട്ടുള്ള ഒരു വെല്ലുവിളി. എങ്ങനെയെങ്കിലും വിജയവാഡ എത്തിയാൽ മതി എന്നായി. ശരിക്കും ജനറൽ യാത്രയുടെ ബുദ്ധിമുട്ടെല്ലാവർക്കും അറിയാമല്ലോ. വിശാഖപട്ടണത്ത് നിന്നും 350 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ വിജയവാഡ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 7 മണിക്കൂറിന് മുകളിലാണ് ഈ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്തത്. അവിടുന്ന് നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടായില്ല. മുകളിൽ വിശാഖപട്ടണത്ത് നിന്ന് വണ്ടി എടുക്കുന്നതിന് മുന്നേ മുകളിൽ കയറി. ഇപ്പോഴാണ് ഒന്ന് നിലത്ത് ഇറങ്ങിയത്. കാലൊക്കെ അനക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന. ഒരു 1.5 ജനറൽ യാത്രയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് സിക്കന്ദരാബാദ്, ഹൈദരാബാദ് ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാരുടെ തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗോദാവരി എക്സ്പ്രസിൻ്റെ അൺറിസർവ്ഡ് കോച്ചിൻ്റെ കാര്യം പറയുവാണെങ്കിൽ മുന്നിലൊരു അൺറിസർവ്ഡ് കോച്ചുണ്ട്. പുറകിലത്തെ കാര്യം പറയുമ്പം പകുതി RMS ആണ്. അതായത് അവിടെ ഇതിനെക്കാട്ടും ഭീകരമാണ്. ശ്വാസം വിടാനുള്ള സൗകര്യം പോലും ഇല്ല. അതൊക്കെ വേറെ ഈ മെയിൽ സർവീസ് കൊണ്ട് വേറെ എക്സ്ട്രാ കോച്ചൊന്ന് ആഡ് ചെയ്താൽ പോരെ. ഈ പകുതി അൺറിസർവ്ഡ് കോച്ച് മുറിച്ച് അത് കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റപ്പ് മാറ്റിക്കൂടെ അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ യാത്ര ചെയ്യുക. അതായത് ഈ RMS ഉള്ള ഒരു കോച്ചിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ട്രെയിനിൽ ലോക്കോ റിവേഴ്സലുണ്ട്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു അൺറിസർവ്ഡ് കോച്ച്. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടത് RMS. ഇതിൻ്റെ ലോക്കോ അവിടെ നിന്ന് സെറ്റായി. WP7 ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 7 നമ്മുടെ വണ്ടി വന്നത്. 12:01 സമയം. ഇവിടെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടി ഹൗഡ SMVT ബംഗളൂരു എക്സ്പ്രസ്. അതിന് ഇവിടുന്ന് സിഗ്നൽ കിട്ടി. ഇത് ഇവിടെ ദുരന്തോ എക്സ്പ്രസിൻ്റെ ഒരു ലിവറി.
ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാ ഇവിടെ ഒരുപാട് ആൾക്കാർ കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേഷൻ്റെ കാഴ്ച ഇങ്ങനെയാണ്. തെലുങ്ക്, ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ഇവിടെ പേര് കാണാം. ഫ്ലാഗൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ 12 മണിക്ക് ശേഷമുള്ള വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. വിശാഖപട്ടണത്ത് നിന്നും വിജയവാഡയിലേക്ക് ഗോദാവരി എക്സ്പ്രസ്സിന് ഒരാൾക്ക് അൺറിസർവ്ഡിൽ വന്ന ടിക്കറ്റ് ചാർജ് 140 രൂപയാണ്. അൺറിസർവ്ഡിലത്തെ കാഴ്ചകളൊന്നും ഞങ്ങൾ അധികം എടുത്തില്ല. കാരണം വേറെയൊന്നുമല്ല, ഞങ്ങൾക്കൊന്ന് താഴെ ഇറങ്ങാൻ പോലുള്ള സൗകര്യം ഉണ്ടായില്ല. ആ വേഗം വെച്ച് അവിടെ 4 മണിക്ക് കയറിയിരുന്നതാണ്. 11 മണിക്ക് ശേഷമാണ് ഇറങ്ങാൻ വേണ്ടി സാധിച്ചത്. അതായത് 5:20 പുറപ്പെടുന്ന വണ്ടി ഷണ്ട് ചെയ്ത് കൊണ്ടുവച്ചത് ഏകദേശം 3:30 കഴിഞ്ഞ് അതിന്റെ മുകളിൽ സീറ്റ് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 4 മണിക്ക് കയറിയിരുന്നതാണ്. മടിയിൽ ബാഗ് വെച്ച് ഇങ്ങനെ പറ്റിയിരുന്നതാണ്. എന്താ പറയുക, പിന്നെയും ആൾക്കാർ കയറി വന്ന് നമ്മൾ വിചാരിച്ചോ എന്തൊക്കെയോ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് കയറിയാണ്. ഒന്നും നടന്നില്ല. ജനറൽ യാത്ര ചെയ്തവർക്ക് അറിയാം അതിന്റെ അനുഭവം എന്തായാലും, അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ചെന്നൈയിലേക്കാണ്. അപ്പോൾ പോകുന്ന ട്രെയിൻ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന വീക്കിലി എക്സ്പ്രസ് ആണ്. 10 മണി വരെ ആ ട്രെയിൻ ഓൺ ടൈമിൽ ഓടിയതാണ്. ഇപ്പൊ എത്ര മണിക്കൂർ ഡിലേ തവി? നിലവിൽ ഇവിടെ ഒരു 12:20 ആകുമ്പോൾ എത്തുന്ന വണ്ടിയാണ്. ഇപ്പൊ അതെന്താ പറയാ, വറങ്കൽ എത്തുന്നതിന് മുന്നേ എവിടെയോ പിടിച്ചിട്ട് എന്താ സംതിങ് നമുക്ക് അറിയില്ല. അപ്പൊ 2 മണിക്കൂറിന് മുകളിൽ ഇപ്പൊ ഡിലേ ആണ്. അതായത് 3 മണിയാവും മിക്കവാറും എത്തുമ്പോ. കാരണം 250 കിലോമീറ്ററിന് അടുത്ത് ഓടി വരാനുണ്ട്. ഇനി എപ്പോ എത്തും ഒന്നും അറിയില്ല. കാരണം ഡിലേ ആയത് എന്താണ് കാര്യം പോലും അറിയില്ല. ആ വണ്ടിക്ക് ഞങ്ങള് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീപ്പർ ക്ലാസ് ഞങ്ങൾക്ക് അതിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ശബരിമലക്ക് പോകുന്ന സ്വാമിമാർ ഇതാ ഇവിടെ കിടന്നുറങ്ങുകയാണ്. അതുപോലെ തന്നെ രാത്രിക്ക് 2 ചൂട് ബദാം മിൽക്കും കൂടെ ഞങ്ങൾ വാങ്ങിച്ചു. 1:20 ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ഇതാ വന്നിരിക്കുകയാണ്. ഇത് 4 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇവിടത്തേക്ക് ഇപ്പോൾ വന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കഷ്ടകാലം തന്നെ. ഇനിയിപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ നോക്കുമ്പോൾ എസ്കലേറ്ററും വർക്ക് ചെയ്യുന്നില്ല. വണ്ടി ഇപ്പം 3 മണിക്കൂറിന് മുകളിൽ ഡിലേ ആയിട്ടാണുള്ളത്. എന്ത് ചെയ്യാനാ, 3 മണി കഴിയും വണ്ടി ഇവിടെ എത്താൻ. കുറച്ചും കൂടെ സമയമായിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വ്ളോഗ് എടുക്കുകയാണ്. ഉറക്കം വന്നിട്ടാണ് വേറെ, തലവേദന വേറെ, എൻ്റെ പൊന്നോ. അങ്ങനെ 3 മണിയായി. ഇനി ട്രെയിൻ വരാൻ 100 കിലോമീറ്ററും കൂടി ഉണ്ട്. സമയം 4:30 ഇനി വണ്ടി എത്താൻ ഒരു 15 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഉറക്കം മുഴുവനായും പോയി. దయచేసి వినండి, ట్రైన్ నంబర్ 1, 2, 8, 5, 1 బిలాస్పూర్ చెన్నై సెంట్రల్ సూపర్ ఫాస్ట్ ఎక్స్ప్రెస్ 10వ నంబరు ప్లాట్ఫామ్లకు రానున్నది. വിജയവാഡ ജംഗ്ഷനിലാകെ 10 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അതിൽ 10-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് നമ്മളെ ട്രെയിൻ വരുന്നത്. 4:41 ട്രെയിൻ അങ്ങനെ വരുന്നുണ്ട്. ട്രെയിൻ നമ്പർ 12851 ബിലാസ്പൂർ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 10ലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളുടെ കോച്ച് സ്ലീപ്പർ S3 ആണ്. അത് ഇവിടെ തന്നെയാണ് വരിക. S3 ഇതാണ് നമ്മുടെ കോച്ച്. ഇനിയൊരു 3 മണിക്കൂറെങ്കിലും ഇതിൻ്റെ അകത്ത് കയറി ഉറങ്ങാൻ നോക്കട്ടെ. നല്ല ഉറക്കക്ഷമുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 8:45. നെല്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തി. ട്രെയിൻ ഇപ്പോൾ 4 മണിക്കൂറിന് മുകളിൽ തന്നെ ഡിലേ ആയിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ 2 മിനിറ്റാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ആകെ 4 മണിക്കൂർ മാത്രമേ ഉറങ്ങിയുള്ളൂ. ഇനി 175 കിലോമീറ്റർ ഉണ്ട് ചെന്നൈയിലേക്ക്. എന്തായാലും ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുക്കും ഓടിയെത്താൻ. രാവിലെ ഇവിടെ തന്നെ ഇഡ്ഡലി വട ദോശ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോച്ച് 2021 നിർമ്മിച്ച കോച്ചാണ്. തിരക്ക് സാധാരണ തിരക്ക് മാത്രമേ ഇല്ല, അല്ലാതെ ജനറൽ ടിക്കറ്റ് ഒന്നും എടുത്ത് സ്ലീപ്പറിൻ്റെ അകത്തോട്ട് കയറുന്നൊന്നുമില്ല. ഇതാണ് കോച്ച്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ഇങ്ങനെയാണ്. 9:18 ട്രെയിൻ അങ്ങനെ ഗുഡൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഈ ട്രെയിനില്ലേ, ഇത് MGR ചെന്നൈ സെൻട്രൽ കൊൽക്കത്ത ഷാലിമാർ കൊറമാണ്ടൽ എക്സ്പ്രസ് ആണ്. അതിനിവിടെ സ്റ്റോപ്പൊന്നുമില്ല. പിന്നെ ഇവിടെ കാണുന്ന ഈ വണ്ടി സിക്കന്ദരാബാദ് ഗുഡൂർ ജംഗ്ഷൻ എക്സ്പ്രസ്. കൊറമാണ്ടലിൻ്റെ ആ ഒരു ഹോണടിയാണ് കേട്ടത്.
ഈ ട്രെയിനിൽ ഞങ്ങൾ 2 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. വിജയവാഡ ടു ചെന്നൈ ഒരുപാട് ട്രെയിനുകളുണ്ട്. ചാർമിനാർ എക്സ്പ്രസിനെ പോലുള്ള നല്ല നല്ല വണ്ടികളൊക്കെ ഉണ്ട്. അതിനൊക്കെ ആദ്യം ബുക്ക് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ നല്ല വെയിറ്റ് ലിസ്റ്റ് കാരണം ഇതിലേക്കാണ് മാറിയത്. ഈ ട്രെയിനിൽ എടുക്കുമ്പോൾ വെയിറ്റ് ലിസ്റ്റ് തന്നെ ഉണ്ടായത്. പക്ഷെ ഇത് എന്തായാലും കൺഫേം ആവുമെന്ന് ഞങ്ങൾക്കറിയാം. RLWL 6-7 എന്ന നിലയിൽ ഉണ്ടാകുമ്പോഴാണ് ഇത് ബുക്ക് ചെയ്തത്. അതുപോലെ എന്താ പറയുക, നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റ് പോയിട്ട് വരുവാണല്ലോ, നോർത്ത് ഈസ്റ്റിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ മാറി കണക്ഷൻ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കണക്ഷൻ ട്രെയിൻ പിടിച്ചിട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ട്രെയിൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ 8ന്റെ പണിയാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ എന്താ പറയുക ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാതെ അനുഭവിച്ചത്. അപ്പോൾ അതുപോലെ എന്താ പറയുക, നമ്മൾ ആ ടിക്കറ്റ് എടുത്തു, ചാർട്ട് പുറപ്പെടുമ്പോൾ കൺഫേം ആവുകയും ചെയ്തു. ഇവിടുന്ന് വിജയവാഡയിൽ നിന്ന് MGR ചെന്നൈ സെൻട്രൽ വരെ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ് ആയ ചാർജ് 295 രൂപയാണ്. ചെന്നൈ വിജയവാഡ ജനശതാബ്ദി. നല്ല വണ്ടിയായത്. അതുപോലെ തന്നെ ഇവിടുന്ന് മറ്റൊരു ലൈൻ പോകുന്നുണ്ട്. ഈ കാണുന്ന റൂട്ടില്ലേ, അത് നേരെ റേണികുണ്ട, തിരുപ്പതി, ചിറ്റൂര്. നമ്മുടെ ഹിമസാഗർ എക്സ്പ്രസും കേരള എക്സ്പ്രസ്സൊക്കെ ഗുഡൂര് വന്ന് നേരെ അതുവഴിയാണ് പോയി അങ്ങനെ കാട്ട്പാടി അങ്ങനെ പോവുക. നമ്മളിനി നേരെ സുലൂരുപേട്ട വഴി നേരെ ചെന്നൈയിലേക്ക്. ട്രെയിൻ എങ്ങനെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. കമരപ്പേട്ട സ്റ്റേഷൻ. ഇവിടെ 3 മാസം മുന്നേ ഒരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കർണാടകയിലെ മൈസൂരിൽ നിന്ന് ബീഹാറിലെ ദർഭംഗയിലേക്ക് വന്ന ബാഗ്മതി എക്സ്പ്രസ് ഇവിടെയാണ് ആക്സിഡന്റ് ആയത്. അതിൻ്റെ ബോഗികളൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാം. അതായത് കോച്ചുകളൊക്കെ ഇവിടെ ഉള്ളത് നമുക്ക് കാണാം. ഇതാ ബാസിം ബ്രിഡ്ജ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് സേലത്ത് നിന്ന് വരുന്ന റൂട്ടാണ്. നമ്മുടെ സേലം ജളാർപേട്ടയൊക്കെ ഭാഗത്ത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 2 കിലോമീറ്ററും കൂടെ MGR ചെന്നൈ സെൻട്രൽ 11:17 നാഗർകോവിൽ MGR ചെന്നൈ സെൻട്രൽ വീക്കിലി എക്സ്പ്രസ്. നമ്മളിവിടെ പോസ്റ്റാക്കി അത് കയറി പോവാണ്. രണ്ടും ഒരേപോലെ തന്നെ പോകുന്നുണ്ട്. ഇനി ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. വിജയവാഡയിൽ നിന്നും 431 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ പുരക്ഷി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 8 മണിക്കാണ് എത്തേണ്ടത്. 11:35 3 മണിക്കൂർ 35 മിനിറ്റ് ട്രെയിൻ ഡിലേ. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ട്രെയിനൊക്കെ നല്ല ട്രെയിൻ തന്നെയാണ്, അടിപൊളി ട്രെയിൻ തന്നെയാണ്. ആ ഡിലേ വന്നത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇഡ്ഡലി ഇവിടെ കഴിക്കുന്നത്. ഫുഡ് കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 3 ഇഡ്ഡലിയും വടയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്. MGR ചെന്നൈ സെൻട്രൽ ഒരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ അവസാനിച്ച് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇതുവഴി നേരെ എക്സിറ്റ്. ഇവിടെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. MGR ചെന്നൈ സെൻട്രൽ. അതുപോലെ തന്നെ സബർബൻ ടെർമിനലാണ് തൊട്ട് മുന്നിലായി കാണുന്നത്. പിന്നെ ഇതുവഴി തന്നെയാണ് മെയിൻ റോഡ് കടന്നു പോകുന്നത്. ബസ് സ്റ്റോപ്പാണ് ഈ തൊട്ട് മുന്നിലുള്ളത്. ഇന്നലെ രാവിലെ ഒഡീഷയിലെ ഭുവനേശ്വറിന് തുടങ്ങിയ യാത്രയാണ് ഇന്നിതാ രാവിലെ 11:30 ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. ഒരു ദീർഘയാത്ര. നമ്മൾ ഒന്നാമത് കയറിയ ബാംഗ്ലൂർ വണ്ടിയില്ലേ, അതായത് വിശാഖപട്ടണം വരെ, അത് പിന്നെ വലിയ വിഷയമില്ല, സ്ലീപ്പർ ആയതുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് എന്താ പറയുക, ഗോദാവരിയിലത്തെ ജനറൽ ക്ലാസ് യാത്ര വളരെ ദുരിതമായിരുന്നു. വീഡിയോ പോലും മര്യാദക്ക് എടുക്കാൻ പറ്റില്ല. ശേഷം നമ്മൾ എന്താ പറയുക വിജയവാഡയിലെത്തി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ 11:00 എത്തിയല്ലോ, 4:30 വണ്ടി എന്ന് പറഞ്ഞത്. അതുവരെ നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഞങ്ങൾ ഉറങ്ങാത്ത വേറൊന്നും കൊണ്ടല്ല, ഒന്ന് യാത്രാക്ഷീണുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയില്ല. പിന്നെ ട്രെയിൻ ചിലപ്പോ ഈ ഭാഗത്ത് നെല്ലൂരിൽ എത്തിയ ശേഷം ആയിരിക്കും അറിയുന്നുണ്ട്. സത്യം. അതുകൊണ്ട് ഒരു വോള പോലും കണ്ണടച്ചില്ല. ഞാനും ഇവനെന്ന് വെച്ചാൽ നല്ല ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടയർഡ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഉറങ്ങാതിരുന്നത്. അത് എടുത്ത് പറയണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത് വണ്ടി ലേറ്റ് ആണ്, പിന്നെ ഭയങ്കര എന്താ പറയാ ഒരു മുഷിപ്പ് തോന്നിയത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇവിടെ ഒരു റൂം എടുക്കണം, കുറച്ചു നേരം ഒന്ന് കിടന്ന് ഉറങ്ങി ഈ ക്ഷീണമൊക്കെ ഒന്ന് തീർക്കണം. അടുത്ത ദിവസം ഞങ്ങൾ നേരെ നാട്ടിലോട്ട് പോവുകയാണ്.
അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകൾ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മാറ്റേഴ്സ് ബൈ.